കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോപാലൻ എങ്ങനെ ലോട്ടറി വിൽപ്പനയ്ക്ക് വേണ്ടി ഇറങ്ങാൻ നിൽക്കുവാണ്. ഈ സമയം കൃഷ്ണയെ വിളിക്കുവാണ് കേട്ടോ. അന്നേരം കൃഷ്ണയെ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുക. എന്നിട്ട് കൃഷ്ണ ചോദിക്കണേ, അല്ല ഗോപാല മാമ, നമ്മളിന്ന് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത്? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. നമുക്ക് പിന്നെ ആൾക്കാർ കൂടുന്ന എവിടെയാണോ അവിടെയാണല്ലോ ലാഭം കിട്ടുക. അന്നേരം കൃഷ്ണ വരുന്നുണ്ട്. അതുകൊണ്ട് ഗോപാല മാമ, നമുക്ക് കുറച്ച് ദൂരെ എവിടേക്കെങ്കിലും പോയാലോ? നവീൻ്റെ കൺമുമ്പിൽ ചെന്നിവിടെ ഇനി എനിക്ക് വയ്യ. അന്നേരം ഗോപാലൻ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ പോകാം. അതെവിടെയാണെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നവീൻ ഗാഥയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് പറയുവാണ്. ഒന്ന് പുറത്തൊക്കെ പോയി ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഈ കാര്യം അമ്മയോടും അച്ഛനോടൊക്കെ പറയുവാണ് കേട്ടോ നവീൻ. അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട്, അല്ല നവീൻ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ തന്നെ പോകണോ? ഗാഥ മോൾക്ക് ഒന്നാമത് ചെറിയ പേടിയും മറ്റുമായിട്ടൊക്കെ ഇരിക്കുവാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ സമയം നവീൻ പറയണേ, അച്ഛാ, ഗാഥയ്ക്ക് പേടിയാണ്, സമ്മതിച്ചു. ആ ഗാഥയുടെ പേടിയൊക്കെ മാറ്റി അയാൾക്കൊരു റിഫ്രഷ്മെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അയാളെ കൂടി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത്. കുടുംബത്തിൽ ആരെ അറിയിക്കാതെ ഒരു നാഗശാപത്തിൻ്റെ പേരിൽ ഗാഥയെ വേഷം കെട്ടി ചിറക്കിയതല്ലേ. ഇത്ര നാൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ അകന്നു നിന്നതല്ലേ. ഇനിയെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. നവീൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ മറ്റൊരു മറുപടിയും ഇല്ലാതെ നിൽക്കുവാണ് കേട്ടോ നന്ദൻ. ഈ സമയം സുമിത്ര പറയുന്നുണ്ട്, അതെ, ചെഞ്ചയോ നാഗക്ഷേത്രം, അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ചെന്ന് ഒരു പൂജയും വഴിപാടൊക്കെ കഴിച്ച് ഗാഥമോളുടെ പേടിയെല്ലാം മാറണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ എവിടെയാണ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ എല്ലാം പോയി കറങ്ങിയിട്ട് വാം. അത് കേട്ടിട്ട് നവീൻ പറയണേ, അതിലെന്താ, അങ്ങനെ തന്നെ ചെയ്തോളാം. അങ്ങനെ ഗാഥയോട് വേഗം പോയി റെഡിയാകാൻ പറയുവാണ്ടോ നവീൻ. ആദ്യം അമ്മ പറഞ്ഞതുപോലെ ആശുപത്രിയിലേക്ക് പോകാം. അതിനുശേഷം നമ്മുടേത് മാത്രമായ കുറച്ച് നിമിഷങ്ങൾ. ഈ ഒരു ഔട്ടിങ് കഴിയുന്നതോടെ തന്നെ മനസ്സിൽ നിന്നുള്ള എല്ലാ ടെൻഷനും ഭയമൊക്കെ മാറും. താൻ നോക്കിക്കോ. ഇതേസമയം കൃഷ്ണയും ഗോപാലനും കൂടി ആ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് ലോട്ടറി വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നതും. അപ്പോൾ എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്